കർത്താവിൽ വാത്സല്യമുള്ള ദൈവജനമേ, ഒരു സന്ധ്യ കൂടെ സർവശക്തനായിട്ടുള്ള ദൈവം നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്നത് ഓർത്ത് നന്ദിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സന്ധ്യയിലും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള എല്ലാ ദൈവജനത്തെയും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകത്തിന്റെ 12-ാമത്തെ അധ്യായത്തിൽ കൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ ഏതാനും വാക്യങ്ങൾ കൂടെ മാത്രമാണ് ശേഷിക്കുന്നത്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ മഹാസർപ്പമാകുന്ന സാത്താൻ അതിശക്തമായ രീതിയിൽ പോരാടുന്ന പോരാട്ടത്തിന്റെ കഥയാണ് 12-ാമത്തെ അധ്യായത്തിൽ കൂടെ നമ്മൾ പഠിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ, യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ, പിന്നീട് വിശ്വാസ സമൂഹത്തോടുള്ള ബന്ധത്തിൽ, മീഖായേല് ഇസ്രായേലിന് അനുകൂലമായി നിന്ന് പോരാടുന്നതായിട്ടുള്ള ബന്ധത്തിൽ ഒക്കെയുള്ള പോരാട്ടങ്ങൾ നമുക്ക് ഇതിനോടകം കാണുവാനായിട്ട് കഴിഞ്ഞു. അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ 13-ാമത്തെ വാക്യം മുതലുള്ള ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിന്റെ 13 മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. അവിടെ ഇസ്രായേലിന്റെ മഹാകോപ ദിവസം ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ മഹാപീഡന കാലം ആരംഭിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത് എന്ന് ഓർത്തുകൊള്ളണം. എന്നാൽ ആ മഹാപീഡന കാലത്ത്, മഹോപദ്രവ കാലത്ത് 3.5 വർഷത്തേക്ക് ദൈവം ഇസ്രായേലിനെ ഒരു സംരക്ഷിത സ്ഥലം ഒരുക്കി കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ അവിടെ കണ്ടു. ആ സംരക്ഷിത സ്ഥലം ജോർദാനിലുള്ളതായ പെട്ര ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ പെട്ര എന്ന് പറയുന്നത് പാറമല ഇടുക്കുകളിൽ ഒരുക്കിയെടുത്തിരിക്കുന്നതായ ഒരു സങ്കേത സ്ഥാനം ആണെന്നും വിശ്വസിക്കപ്പെടുന്നു. കാരണം ദാനിയേൽ പ്രവചനത്തിൽ നിന്നും ഒക്കെയുള്ളതായ തെളിവുകൾ അനുസരിച്ച് അത് അപ്രകാരം ആവുമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. ദൈവം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് എങ്ങനെ കൊണ്ടുവന്നോ അതേ സംരക്ഷണ ചിറകിനടിയിലാണ് അടുത്ത 3.5 വർഷവും അവരെ സംരക്ഷിക്കുവാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. 40 വർഷക്കാലം മരുഭൂമിയിൽ സംരക്ഷിച്ച പിതാവാം ദൈവം ഇപ്പോൾ അവരുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ 70-ാം ആഴ്ചവട്ടക്കാലത്തിലും അവർ നേരിടുന്നതായിട്ടുള്ള ഈ വലിയ പ്രതികൂലത്തിന് നടുവിൽ അവരെ സംരക്ഷിക്കുന്നതായ അനുഭവത്തെ നമ്മളിവിടെ കാണും. അങ്ങനെ 14 വാക്യം വരെ പഠിച്ച് നമ്മൾ നിർത്തി. 15-ാമത്തേതും തുടർന്നുള്ളതായ വാക്യങ്ങളാണ്, 15 മുതലുള്ള വാക്യങ്ങളാണ് നമുക്ക് അവശേഷിക്കുന്നത്. ആ വാക്യങ്ങളിലേക്ക് നമുക്ക് വേഗം പ്രവേശിക്കാം. 15 മുതലുള്ള വാക്യങ്ങളെ ഞാൻ വേഗം വായിക്കട്ടെ. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായി തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യം ഉള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. ഇത്രയും വാക്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. ഒരു വലിയ പോരാട്ടം, അത് പുറകാലെ നടന്ന് പോരാടുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. അതായത് പിശാചിന് അല്പസമയം കൂടെ മാത്രമാണ് ഭൂമിയിലുള്ളത്. അദ്ദേഹത്തിന്റെ ടൈം ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. 3.5 വർഷം മാത്രമാണ് ഇനി ശേഷിച്ചിരിക്കുന്നത്. ആ 3.5 വർഷത്തിൽ ശക്തമായിട്ടുള്ളതായ ഒരു പോരാട്ടമാണ് പിശാച് ഇവിടെ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിനെ അതിന്റെ എക്സ്ട്രീം ലെവലിൽ ഉപദ്രവിക്കുക, അതാണ് യാക്കോബിന്റെ മഹാകഷ്ടകാലം എന്നൊക്കെ സൂചിപ്പിക്കുന്നതെന്ന് ഓർത്തോളണം. അങ്ങനെ ഒരു മഹാപീഡനകാലമാണ് ഈ പിശാച് ഇസ്രായേലിനെതിരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കണം, ദൈവം ഇസ്രായേലിനെ സംരക്ഷിക്കുവാനായിട്ട് ഒരു മജോറിറ്റിയെ ഈ പറയുന്നതായ മരുഭൂമിയിലേക്ക് മാറ്റുകയാണ്. മാറ്റിയിട്ടും എന്താണ് സംഭവിക്കുന്നത്? സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു എന്നാണ് അവിടെ നമ്മൾ കാണുന്നത്. The earth came, 15-ാമത്തെ, the serpent poured water like a river out of his mouth after the woman to sweep her away with a flood. ഒരു വലിയ പ്രളയത്തോടുകൂടെ, ഒരു പ്രളയം പോലെ പിശാച് പ്രവർത്തിക്കുകയാണ്. അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അവിടെ പറയുന്നത് നദി പോലെ വെള്ളം ചാടിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ നദി പോലെ വെള്ളം ചാടിച്ചു എന്ന് പറയുന്നത് ഇതൊരു മഹാസൈന്യത്തെ ഇസ്രായേലിന് നേരെ അണിനിരത്തുന്നതായിട്ടുള്ള രംഗമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഓർത്തുകൊള്ളണം, ഒരു വലിയ സൈന്യത്തെ അണിനിരത്തി അവർക്കെതിരെ പോരാടുന്നതായിട്ടുള്ളതായ ഒരു രംഗമാണ് ഇവിടെ നിന്ന് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും.
മിസ്രൈം വിട്ട് നാം ഇസ്രായേൽ ജനം പോരുമ്പോൾ ഫറവോ എന്താ ചെയ്തത്? ഇസ്രയേലിന്റെ പുറകെ ഒരു വലിയ സൈന്യവുമായിട്ട് അവരെ വിഴുങ്ങിക്കളയുവാൻ വേണ്ടിയിട്ടാണ് ഫറവോ പുറകാലെ വരുന്നത് നോക്കണം. ഇസ്രായേൽ മരുഭൂമിയിലേക്ക് പോകുന്നു. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഏറ്റവും എളുപ്പം നമുക്ക് ഇത് മനസ്സിലാക്കാനുള്ള എളുപ്പ വിദ്യയാണിത്. ഇസ്രായേൽ മരുഭൂമിയിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് വിടുതൽ പ്രാപിച്ച്, മിസ്രൈമിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു പോകും. പക്ഷേ മിസ്രൈം എന്താണ് ചെയ്യുന്നത്? കഴിഞ്ഞ 430 വർഷമായിട്ട് മിസ്രൈം ഇസ്രായേലിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഓർക്കണം. അവരുടെ പീഡനം കൂട്ടിക്കൊണ്ടേയിരുന്നുള്ളൂ. ഫറവോയുടെ മനസ്സ് കട്ടിയാക്കി മുൻപോട്ട് പോവുകയായിരുന്നു എന്ന് ഓർക്കണം. അപ്പോൾ ഇവർ ഇവിടെ നിന്ന് പോവുകയാണ്. നമ്മൾ ആവർത്തന പുസ്തകത്തിൽ നിന്ന് കണ്ടല്ലോ, യഹോവയായ ദൈവം കഴുകന്റെ ചിറകിൽ അവരെ വഹിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. അതേ വാക്ക് തന്നെയല്ലേ ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. കഴുകന്റെ ചിറകിലല്ലേ ഇവരെ വഹിക്കുന്നത്, ഇവിടെയും അത് തന്നെയല്ലേ കാണുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഡിറ്റോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു നിഴലായിരുന്നു പഴയ നിയമത്തിൽ സംഭവിച്ചിരുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. കാരണം പുതിയ നിയമത്തിന്റെ നിഴല് ആണല്ലോ പലപ്പോഴും പഴയ നിയമത്തിൽ സംഭവിക്കുന്നത്. പുതിയ നിയമം പൊരുളും പഴയ നിയമം നിഴലുമാണെന്ന് ഓർത്തുള്ളൂ. അപ്പോൾ ഇതിന്റെ ഏകദേശം വരുന്ന സാദൃശീകരിക്കുന്നതായ ഒരു ഡിറ്റോ പരിപാടിയാണ് അവിടെ നടന്നത്. അവിടെയും സംഭവിക്കുന്നത് എന്താ? ഈ ജനം ദൈവം അവരെ വഹിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ വഹിച്ചുകൊണ്ട് പോകുന്നതായിട്ടുള്ള സമയത്ത് ഒരു വലിയ സൈന്യവുമായിട്ട് ഫറവോ അടുത്തു വരികയാണ്. ആ സൈന്യത്തെ അയച്ച് ഈ ഇസ്രായേലിനെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള രംഗം, അതേ രംഗം വീണ്ടും ആവർത്തിക്കുക. ഇവിടെ അവസാന ഘട്ടത്തിലും വീണ്ടും ആവർത്തിക്കുക. എന്താണ്? പിശാച് ഒരു വലിയ നദി, ഒരു വലിയ സൈന്യത്തെ ഇവരുടെ പുറകിൽ, കാരണം ആ സമയത്തേക്കും ഈ എതിർ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ അന്തിക്രിസ്തുവിന്റെ കീഴിൽ ഒരു വലിയ സൈനിക സ്ഥിതി ഉണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അത് നമ്മൾ ഇപ്പോൾ തന്നെ കാണാനായിട്ട് പോവുകയാണ്. ആ ഒരു വലിയ സൈന്യത്തെ ഇവരുടെ നേരെ വിടുകയാണ്. ഒരു കാരണവശാലും ജീവിക്കാനായിട്ട് അനുവദിക്കത്തില്ല. ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യണം എന്നുള്ളതാണ് പിശാചിന്റെ ആദ്യം മുതലുള്ളതായ പരിപാടി. അവന്റെ ആ സ്ഥാപിത താല്പര്യം അല്ലെങ്കിൽ ആ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സ്ത്രീക്കെതിരെ, ഇസ്രായേലിനെതിരെ വലിയ സൈന്യത്തെ അയച്ച് അവരെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്ന രംഗമാണ് 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ടല്ലോ, എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണനിന്നു, മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായി തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. ഓക്കെ, അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭൂമി സ്ത്രീക്ക് തുണ നിന്നു എന്നാ പറയുന്നത്. But the earth came to the help of the woman, and the earth opened its mouth and swallowed the river that the dragon had poured out from his mouth. പിശാച് വായിൽ നിന്ന് എന്നതാ ചെയ്യുന്നത്? നദിയെ ഒരുക്കി, ഇല്ലേ? നദി പ്രളയം പോലെ ഒരു വലിയ സൈന്യം വന്നു. ഇനി അങ്ങോട്ട് പോയാൽ പുറയിലേക്ക് പോകും. പെട്ടെന്ന് മനസ്സിലാക്കാം സംഗതി. നമുക്ക് വലിയ കട്ടിയുള്ള സംഗതിയൊന്നും അല്ല ഈ പറയുന്നത്. അവിടെ എന്താ സംഭവിച്ചതെന്ന് ശ്രദ്ധിച്ച്. ഫറവോ സൈന്യവുമായിട്ട് വന്നു. ഇസ്രായേലിൽ എന്താ സംഭവിച്ചത്? ഭൂമി തുണ നിന്നു. മനസ്സിലാവുന്നുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. ഭൂമി തുണ നിന്നു, അല്ലേ? എന്താ നമ്മളോട് കാണുന്നത്? ചെങ്കടൽ വെട്ടിപ്പിളർന്നത് പോലെ രണ്ടായിട്ട് മാറുകയാണ്. ഭൂമി തുണ നിന്നു. അവിടെ ഇസ്രായേൽ ജനം കടന്നുപോയി, അക്കരയെത്തി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭൂമി തുണ നിന്നു. പിന്നെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായി തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഫറവോൻ ചാടിച്ചതായിട്ടുള്ള സൈന്യത്തെ എന്ത് സംഭവിച്ചു? ഭൂമി വായി തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. സിമ്പിളാ മനസ്സിലാക്കാൻ. അന്നെന്താ സംഭവിക്കുന്നത്? ഇനിയും വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചുള്ള സംഭവം എന്താണ്? മേ ബി ഇതൊരു വലിയ എർത്ത്ക്വേക്ക് ആയിരിക്കാം, ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുവാനായിട്ടുള്ള ചാൻസ്. കാരണം അവസാന കാലഘട്ടങ്ങളിൽ ഭൂകമ്പത്തിന്റെ എണ്ണങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഉസിയ രാജാവിന്റെ കാലത്തൊക്കെ ഉണ്ടായതായിട്ടുള്ള വലിയ ഭൂകമ്പങ്ങൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലൊക്കെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകും. അപ്പോൾ അന്ത്യകാലത്ത് സംഭവിക്കുന്നത് എന്താണ്? ഭൂകമ്പങ്ങളുടെ ഒരു പെരുമഴയായിരിക്കും. നമ്മൾ ഈ ഭൂകമ്പങ്ങളെ കുറിച്ച് തന്നെ ഒരു പഠനം നടത്തിയ നല്ല രസകരമായിട്ടുള്ള ഒരു പഠനമുണ്ട് കേട്ടോ. ഇതിന്റെ ആദ്യമേ ഉള്ള കാലഘട്ടങ്ങളിൽ എത്ര ഭൂകമ്പം, എത്ര വർഷങ്ങൾ കൂടുമ്പോഴായിരുന്നു ഒരു ഭൂകമ്പമൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിനുശേഷം അതിന്റെ നമ്പർ കൂടാനായിട്ട് തുടങ്ങി. ഓരോ വർഷങ്ങളിലും സംഭവിക്കുന്നതായിട്ടുള്ള ഭൂകമ്പത്തിന്റെ നമ്പർ കൂടാനായിട്ട് തുടങ്ങി. ഇനിയും അത് അവസാന കാലഘട്ടത്തിലേക്ക് ആകുമ്പോഴത്തേന് ഇതിന്റെ എണ്ണം കൂടുകയാണ്. എണ്ണം കൂടുകയും മാത്രമല്ല, അതിന്റെ ഇന്റൻസിറ്റിയും വർദ്ധിക്കും. നമുക്കറിയാം കർത്താവ് വരുമ്പോഴെന്താ സംഭവിക്കുന്നത്? ഒരു വലിയ എർത്ത്ക്വേക്ക് ഉണ്ടാവും.
അതെങ്ങനെയാ മനസ്സിലാവുന്നത്? സഖറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലേ? കർത്താവിന്റെ കാല് ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒലിവുമല പിളർന്നു മാറും. അന്നേരം വലിയൊരു ഭൂകമ്പം അവിടെ ഉണ്ടാവും, ഒരു വലിയ എർത്ത്ക്വേക്ക് ഉണ്ടാവും. ആ എർത്ത്ക്വേക്കോടുകൂടെ എന്താ സംഭവിക്കുന്നത്? അവിടെ പിളർന്നു മാറി ഒരു പുതിയ വാലി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെന്ന് ഓർത്തുകൊള്ളാം. ഇപ്പൊ ഇവിടെയും സംഭവിക്കുന്നത് എന്താണ്? ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുവാൻ വേണ്ടി ഒരു വലിയ സൈന്യത്തെ ഈ അന്തിക്രിസ്തു അയക്കുന്നു. പക്ഷെ ആ സൈന്യത്തെ മുഴുവനും ഭൂമി ഇസ്രായേലിനെ തുണനിൽക്കുകയാണ്. ആ സൈന്യത്തെ മുഴുവനും ഒരു പക്ഷെങ്കിൽ ഒരു വലിയ എർത്ത്ക്വേക്ക് ഉണ്ടായിട്ട് ആ എർത്ത്ക്വേക്കിൽ കൂടെ അവരെ മുഴുവനും വിഴുങ്ങി തീർക്കുന്നതായിട്ടുള്ള ഒരു അനുഭവത്തിലേക്കാണ് അവിടെ വരുന്നത് എന്നുള്ളത് ഓർത്തോളം. നമുക്കറിയാമല്ലോ, ഭൂമി മനുഷ്യനെ വിഴുങ്ങിയിട്ടുള്ള കഥകളൊക്കെ നമുക്കറിയാം അല്ലേ? കോരഹനെയും കൂട്ടരെയും ഒക്കെ ഭൂമി നിന്ന നിൽപ്പിൽ പിളർന്ന് വിഴുങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഓർത്തുകൊള്ളാം. അതുകൊണ്ട് ഇത് അസംഭവ്യമല്ലാത്തതായ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർക്കണം. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു, എന്താണ്? ഭൂമി വായു തുറന്ന് വിഴുങ്ങിക്കളയുന്നു. അപ്പോൾ ഭൂമി വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെയല്ലേ പറയുന്നത്? എർത്ത് ഓപ്പൺഡ് ഇറ്റ്സ് മൗത്ത് എന്നാ പറയുന്നത്. അപ്പൊ എർത്ത് ഓപ്പൺഡ് ഇറ്റ്സ് മൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതൊരു ബോംബിംഗ് ആണെന്നോ അല്ലെങ്കിൽ ഒരു കെമിക്കൽ വെപ്പൺ കൊണ്ടുവന്നിട്ട് അങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെയുള്ള മരണമാണെന്നോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് വൈറസ് കടന്നു വന്നിട്ടുള്ള മരണമാണെന്നോ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇത് വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എർത്ത് ഓപ്പൺഡ് ഇറ്റ്സ് മൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി പിളരുകയാണ്. ഭൂമി പിളർന്ന് ഈ സൈന്യത്തെ മുഴുവനും വിഴുങ്ങിക്കളയുന്നതായിട്ടുള്ള അനുഭവം. പിന്നീട് പറയുന്നത് എന്താണ്? മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ഈ വാശി വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? എങ്ങനെയും ഇതിനെ നശിപ്പിക്കണമെന്ന് നോക്കിയിട്ട് നശിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം അവന്റെ സമയം തീരാനായിട്ടൂടെ പോവുകയാണ്. നമ്മൾ പറയുമല്ലോ, ഈ അണയാൻ പോകുന്ന തിരി ആളിക്കത്തും എന്ന് പറഞ്ഞതുപോലെ അണയാൻ പോവുകയാണ് അവൻ. താമസം പിന്നെ അവൻ എവിടേക്ക് പോവുകയാണ്? അഗാധ കൂപത്തിലേക്ക് അവൻ വീഴാനായിട്ട് പോവുകയാണ്. കർത്താവ് തമ്പുരാൻ അങ്ങോട്ട് എഴുന്നള്ളി കഴിഞ്ഞാൽ അടുത്ത മൊമെന്റിൽ സംഭവിക്കുന്ന അവനെ പിടിച്ച് അഗാധ കൂപത്തിലേക്ക് തള്ളുകയാണ്. പിന്നെ 1000 വർഷം പുറം ലോകം അവന് കാണാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അവന് മനസ്സിലായി ടൈം പൊക്കോണ്ടിരിക്കുക, വളരെ ലിമിറ്റഡ് ടൈം, അതിനുള്ളിൽ ഇതിനെ നശിപ്പിക്കണം. അപ്പൊ എത്രയും ശക്തി എടുക്കും നിങ്ങൾ ചിന്തിച്ചോണം. നമുക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല, അതിനപ്പുറത്തെ ശക്തിയിലായിരിക്കും അവൻ വരുന്നതെന്ന് നോക്കണം. അപ്പം അവനെന്താ ചെയ്യാം? മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ഇസ്രായേലിനോട് കോപിക്കുകയാണ്. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യം ഉള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ എന്താ കാണുന്നത് അറിയാമോ? ഒരു വിഭാഗം, ഒരു മജോറിറ്റി എവിടെ പോയി കഴിഞ്ഞു? പെട്ര എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക്, മരുഭൂമിയിലേക്ക്. അത് പെട്ര തന്നെയാണോ നമുക്കറിയത്തില്ല, പെട്ര എന്നങ്ങോട്ട് വിചാരിക്കുക. അല്ലെങ്കിൽ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലം, ആ സംരക്ഷിത സ്ഥലത്താണ്. എന്നാൽ ഇപ്പോഴും ഇസ്രായേലിൽ ആരുണ്ട്? ഒരു റെമനന്റ് ശേഷിക്കുന്നുണ്ട്, ഒരു ചെറിയ ശേഷിപ്പുണ്ട്. ഈ ശേഷിപ്പ് ആരാണ്? നമ്മൾ കണ്ടല്ലോ 12-ാമത്തെ അധ്യായത്തിൽ മീഖായേലുമായിട്ട് പിശാചിന്റെ പോരാട്ടം. ആ പോരാട്ടം നടക്കുന്നതായിട്ടുള്ള സമയത്ത് ഈ ദേശത്തുള്ളവർ എങ്ങനെ രക്ഷപ്പെട്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യ വചനം ഹേതുവായിട്ടുമാണ് അവർ പിശാചിനോട് ജയിച്ചതെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 12-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് കണ്ടതാണ്. 10-ാം വാക്യം 11-ാമത്തെ വാക്യത്തിനകത്തുണ്ട്. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു എന്നാണ്. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല എന്നാണ് അവരെ കുറിച്ച് സാക്ഷ്യം പറയുന്നത്. ആ കൂട്ടരാണ് ഈ കൂട്ടരെന്ന് ഓർത്തോണം. ഏതാ? ഈ റെമനന്റ് അവിടോട്ട് പോകാതെ ഇവിടെ തന്നെ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി കാത്തിരിക്കുന്നതായിട്ടുള്ള ഒരു റെമനന്റ്. ആ റെമനന്റ് ഏതാകുമെന്ന് ചോദിച്ചാൽ 144,000 പേരെ മുദ്രയിട്ട് വേർതിരിക്കുന്നൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമ്മൾ കണ്ടു എന്ന് ഓർക്കണം. ആ ഒരു ശേഷിപ്പ്, ആ ഒരു ചെറിയ കൂട്ടം ഇവിടെ പോരാട്ടങ്ങളെ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ആ ഒരു കൂട്ടത്തെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ആ ഒരു ചെറിയ ശേഷിപ്പ് ഇവിടെ ഇവരുമായിട്ട് പോരാടുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവരെ കുറിച്ച് പറയുന്നത് ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യം ഉള്ളവരുമായി. ആ വാക്യം നമ്മൾ പെട്ടെന്ന് അങ്ങ് വായിച്ചു വിട്ടല്ലേ? അത് അത്ര ഈസി അല്ല സംഭവം. അത് എന്നാ അവിടെ രേഖപ്പെടുത്തി വെച്ചേക്കുന്നത്? ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും. എപ്പോ പ്രമാണിക്കുന്ന കഥയായി പറഞ്ഞേക്കുന്നത്? ഈ മഹാപീഡന കാലഘട്ടത്തിൽ ദൈവകൽപ്പന പ്രമാണിക്കുക എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള നടപടിയാണെന്നൊന്നും ആരും ചിന്തിച്ചു പോയേക്കില്ല. അത് ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ആ സമയത്ത് ദൈവകൽപ്പന അനുഭവിച്ച് അനുസരിച്ച് ജീവിക്കുക എന്നൊന്നും പറഞ്ഞത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല.
അപ്പൊ നോക്കിക്കോണം ഇവരെന്തുമാത്രം, അതാണല്ലോ മുകളിൽ അവരെ കുറിച്ച് ഒരു സാക്ഷ്യം പറയുന്നത്, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയുള്ള ഒരു ശേഷി എന്ന് പറഞ്ഞാൽ അവരുടെ സമർപ്പണത്തെ കുറിച്ച് നമ്മൾ ഈ പറയുന്ന ഡെഡിക്കേഷനോ കമ്മിറ്റ്മെന്റ് എന്നോ ഒന്നും പറയുന്ന വേർഡൊന്നും ഉപയോഗിച്ചാൽ പോരാ. അതിനും ഒക്കെ അപ്പുറത്ത് പുത്തൻ വേർഡുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പുതിയ വേർഡുകൾ, അതിന്റെ ഡെപ്ത് മനസ്സിലാക്കി എടുക്കത്തക്ക രീതിയിലുള്ളതായ വേർഡുകൾ കണ്ടുപിടിക്കേണ്ടി വരും. അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആണ്, അത്രയ്ക്ക് കമ്മിറ്റഡ് ആണ്. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിക്കാത്ത സമൂഹം എന്നൊക്കെ പറയുമ്പം അവരെ ഏത് രീതിയിലാണ് നമ്മൾ ചിത്രീകരിക്കേണ്ടതെന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഘോര പീഡനം നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ പ്രാണനെ സ്നേഹിക്കാത്ത ഒരു കൂട്ടരെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു കൂട്ടരെ ദൈവം സംരക്ഷിച്ചിരിക്കുക, മറ്റൊരു കൂട്ടരെ ഇവിടെ നിർത്തിയിരിക്കുക, ഇവിടെ നിൽക്കുക. ഇവര് പിശാചിനോട് ജയിക്കുമോ തോക്കുമോ? ഒരു സംശയം വേണ്ട, ഇവര് ജയിച്ചിരിക്കും. കാരണം ഇവര് ജയിക്കാനായിട്ടുള്ളവരാണ്. പിശാചിന് ഇവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഈ പ്രതികൂല സമയത്തും ഇത്രയും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും കർത്താവിന്റെ കൽപ്പന അണുവിട തെറ്റാതെ അനുസരിക്കുന്ന ഒരു സമൂഹം, അവരുടെ കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടവരാ. അവരുടെ വായിൽ ദൈവത്തിന്റെ വചനമുണ്ട്. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ അവർ സ്നേഹിച്ചിട്ടുമില്ല. ഈ ഗ്രൂപ്പിനെ ആർക്ക് തോൽപ്പിക്കാൻ പറ്റും? ഒരു ശക്തിക്കും തോൽപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ഈ ലോകത്തിൽ ഇനിയും 10,000-കണക്കിന് പിശാചുക്കൾ വന്നു കഴിഞ്ഞാലും ഇവരെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഇതാണ് ദൈവത്തോട് അടുത്തിരിക്കുന്നതായ ഒരു ജനം. അത്രയ്ക്ക് കമ്മിറ്റഡും ഡെഡിക്കേറ്റഡുമായിട്ട് ഇരിക്കുന്നതായിട്ടുള്ള, ചേർന്ന് പറ്റിയിരിക്കുന്നതായ ഒരു അനുഭവം എന്നൊക്കെ പറയുന്നത് ഈ ഒരു അനുഭവത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആർക്കും ഇങ്ങനെയുള്ളൊരു അനുഭവം ഇന്ന് വരെ ഉണ്ടോ എന്നുള്ളതിനകത്ത് പല പ്രാവശ്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. നമുക്ക് ആർക്കും ഇങ്ങനെയുള്ള ഒരു അനുഭവം ഇല്ല. നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പേടിക്കുകയും പിന്മാറി പോവുകയും മനം തിരിയുകയും ചെയ്യുന്നവരൊക്കെ ആണെന്ന് ഓർത്തുകൊള്ളും. പക്ഷെ ഈ ഒരു സമൂഹം ദൈവം സ്ഫുടം ചെയ്തെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു സമൂഹം. അത്രയ്ക്ക് തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു പീഡനകാല വിശുദ്ധന്മാരാണിവർ. ഒരുപാട് പീഡ അനുഭവിച്ച ആ പീഡനകാല വിശുദ്ധന്മാർ. ഇനിയും പിശാച് എത്ര ശക്തിയോടെ വന്നാലും അവർ നിസ്സാരമായിട്ട് അതിനെ ജയിക്കുമെന്ന് ഓർക്കണം. അപ്പോ അങ്ങനെയുള്ള ഒരു സമൂഹത്തോട്, അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാനായിട്ട് പുറപ്പെടുകയാണ്. നമ്മൾ നോക്കണം, പിശാചിന്റെ സ്വഭാവങ്ങൾ നമ്മൾ കണ്ടു. അവൻ വഞ്ചിക്കുന്നവനാണ്, അവൻ അപവാദം പറയുന്നവനാണ്, അവൻ ഉപദ്രവിക്കുന്നവനാണ്. ഇപ്പൊ 4-ാമത്തെ അവന്റെ ക്യാരക്ടർ കാണുന്ന എന്താണ്? വഞ്ചിക്കാൻ പറ്റി വിജയിച്ചില്ലെങ്കിൽ, അപവാദം പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഉപദ്രവിച്ച് നശിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ, അവസാനത്തെ അടവ് എന്താണ്? സർവശക്തിയോടും കൂടെ യുദ്ധം ചെയ്യുക. അതാണ് 4-ാമത്തെ അവന്റെ ക്യാരക്ടർ എന്നുകൂടെ നമ്മൾ ഇവിടെ ഓർത്തുകൊള്ളണം. അപ്പോൾ അവസാനം അവൻ ശക്തമായിട്ട് യുദ്ധം ചെയ്യുവാനായിട്ട് വരികയാണ്. 100% നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം. ഇത് നടക്കാൻ പോകുന്ന കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്നും പിശാചിന്റെ പോരാട്ടമുണ്ട്. ലോകം മുഴുവൻ പിശാചിന്റെ കരവലയത്തിലാണ് കിടക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. ഒരു ദൈവ പൈതലിന് ഈ പറയുന്ന രീതിയിലുള്ള ഒരു സമർപ്പണം ദൈവമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സുന്ദരമായ നിലയിൽ ഇവരെ തകർക്കാനായിട്ട് സാധിക്കും. നമ്മളോട് അവരൊന്നും കാണിക്കാനായിട്ടില്ല. മരണത്തെ പേടിയില്ലാത്തവന് പിന്നെ ഏത് പ്രശ്നത്തെയാ പേടി? ഏത് പ്രതിസന്ധിയാ പേടി? മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തെ പോലും അവർക്കൊരു ഭയമില്ല. അങ്ങനെയുള്ളൊരു സമൂഹത്തെ തോൽപ്പിക്കാൻ പിന്നെ വല്ലതും പറ്റും? ഒരു കുഞ്ഞിനും പറ്റത്തില്ലെന്ന് ഓർത്തോളാം. അപ്പോൾ അവരോട് യുദ്ധം ചെയ്യുവാനായിട്ട് പുറപ്പെടുന്നതായിട്ടുള്ള ഒരു രംഗത്തോടു കൂടെയാണ് ഈ 12-ാമത്തെ അധ്യായം അവസാനിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. അതായത് കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. എന്താ കാണുന്നത്? സമുദ്രത്തിന്റെ കരയിൽ അവൻ നിൽക്കുന്നതായിട്ടുള്ള അനുഭവം. യുദ്ധം ചെയ്യുവാൻ സന്നാഹത്തോടുകൂടെ നിൽക്കുകയാണ്. ഇനി ഒരു ചെറിയ ശേഷിപ്പിനോടുള്ളതായ വലിയ ഒരു പോരാട്ടത്തിന്റെ കഥയിലേക്കാണ് വരുന്നത്. 13-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യത്തെ 10 വാക്യങ്ങൾ ഞാൻ പ്രാരംഭമായിട്ട് വായിക്കാം. ഒരുപാട് ശ്രദ്ധ കൊടുത്ത് നമ്മൾ ഇരുന്നെങ്കിൽ മാത്രമേ ആ ഭാഗം ഒന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്നാൽ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ വേഗം മനസ്സിലാക്കാനായിട്ടും സാധിക്കും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി നമുക്ക് ഇരിക്കും. ആദ്യത്തെ 10 വാക്യം ഒന്ന് വായിക്കാം. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ളൊരു മൃഗം
സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യൻ ആർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാൻ അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. 13-ാമത്തെ അധ്യായം 2 പാർട്ടായിട്ട് തിരിച്ചു വേണം നമ്മളിത് പഠിക്കേണ്ടത്. അതിന്റെ 1-ാമത്തെ പാർട്ടാണ് 10 വാക്യങ്ങൾ ഞാൻ ഇവിടെ വായിച്ചത്. ഇതിന്റെ ഒരു ചെറിയ ബ്രീഫിംഗ് ആദ്യമേ ഒന്ന് പറയാം. ഈ 2 ഭാഗങ്ങളായിട്ട് 2 വ്യക്തികളെ കുറിച്ചാണ് ഈ അധ്യായം നമ്മളോട് സംസാരിക്കുന്നത്. 2 ലീഡേഴ്സ് കടന്നു വരികയാണ്. ആ 2 ലീഡേഴ്സിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളില് ആഗതനാകുന്നതായ ഒരു പൊളിറ്റിക്കൽ കിങ് മേക്കറെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു പൊളിറ്റിക്കൽ ലീഡർ അവിടെ വരികയാണ്. 11 മുതൽ 18 വരെയുള്ളതായ അടുത്ത ഭാഗത്ത് നമ്മൾ കാണുന്നത് ഒരു റിലീജിയസ് ലീഡറെ ആണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ 2 വ്യക്തിത്വങ്ങൾ. ഒന്ന് ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു പൊളിറ്റിക്കൽ കിങ് മേക്കർ, ഒരു പൊളിറ്റിക്കൽ ലീഡർ. രണ്ടാമത് നമ്മൾ കാണുന്നത് ഒരു റിലീജിയസ് ലീഡർ, ഒരു മത നേതാവ്. ഈ പൊളിറ്റിക്കൽ കിങ് മേക്കറെ, ഈ പൊളിറ്റിക്കൽ ലീഡറെ, ഈ രാഷ്ട്രീയ നേതാവിനെ എതിർ ക്രിസ്തു അല്ലെങ്കിൽ അന്തിക്രിസ്തു എന്ന പേരിൽ അറിയപ്പെടുവാനായിട്ട് പോകുന്നത്. രണ്ടാമത്തേത് നമ്മൾ കാണുന്നത് മത നേതാവ്, റിലീജിയസ് ലീഡർ. അദ്ദേഹത്തെ ഫോൾസ് പ്രോഫറ്റ് എന്നുള്ള നിലയിൽ, കള്ളപ്രവാചകൻ എന്നുള്ള നിലയിലാണ് കാണാനായിട്ട് പോകുന്നത്. ഒരുപാട് കൂട്ടം കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഓരോ വേർഡും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധയോടുകൂടെ ആയിരിക്കാം. 12-ാമത്തെ അധ്യായത്തിൽ ഒരു പോരാട്ടമല്ല, പല പോരാട്ടങ്ങളുണ്ടായിരുന്നു. പോരാട്ടത്തിന്റെ ചാപ്റ്റർ ആയിരുന്നല്ലോ അത് കഴിഞ്ഞു. നമ്മൾ ഓർക്കും അവിടെ കൊണ്ട് തീർന്നു. അല്ല, അതിന്റെ കണ്ടിന്യൂവേഷനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. അടുത്ത ചാപ്റ്റർ 13-ാമത്തെ ചാപ്റ്റർ 12ന്റെ കണ്ടിന്യൂവേഷനിലേക്ക് വരിക. പക്ഷെ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ 13-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ മെത്തേഡ് ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ്. പിശാച് തന്റെ പദ്ധതികൾ, തന്റെ പരിപാടികൾ, ആ മെത്തേഡ് ഒന്ന് മാറ്റിപ്പിടിക്കുന്നതായിട്ടുള്ള അനുഭവത്തെ നമ്മൾ കാണുന്നത്. അതായത് ഇതിപ്പം ഒരു മഹാപീഡന കാലത്തിന്റെ മധ്യ സമയത്ത്, 70-ാമത്തെ ആഴ്ചവട്ടത്തിന്റെ മധ്യ ഭാഗത്ത് എത്തിയിരിക്കുന്നതായിട്ടുള്ള സമയമാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോൾ ഈ 70-ാമത്തെ ആഴ്ചവട്ടത്തിന്റെ മധ്യത്തോടു കൂടിയാണ് സാത്താന്റെ സ്വഭാവം പിശാചിന് പൂർണ്ണമായിട്ട് നൽകുന്നതും, സാത്താന്റെ സ്വഭാവം അന്തിക്രിസ്തുവിന് പൂർണ്ണമായിട്ട് നൽകുന്നതും അവന്റെ സ്വഭാവത്തിനും വ്യതിയാനം ഉണ്ടാകുന്നതെന്ന് ഓർത്തുകൊള്ളാം. അപ്പോൾ ആദ്യത്തെ 3.5 വർഷം ഈ സാമം, ദാനം, ഭേദം, ദണ്ഡം എന്ന് പറയുന്ന രീതിയിലാണ് പിശാചിന്റെ പ്രവർത്തനം എന്ന് ഓർത്തുകൊള്ളാം. പുള്ളിയുടെ തുടക്കം മുതലുള്ള പരിപാടി എന്താണ്? ഇസ്രായേലിനെ ഉന്മൂലനാശം ചെയ്യുക എന്നുള്ളതാണ് അവന്റെ പരിപാടി എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോൾ ഈ മഹാപീഡനകാലം മധ്യത്തിൽ ഇവൻ ചെയ്യുന്നത് എന്താകുന്നു എന്ന് ചോദിച്ചാൽ, മറ്റൊരു വിധത്തിലുള്ളതായ ഒരു പ്രവർത്തനത്തിലേക്ക് പിശാച് തന്റെ ആ പദ്ധതി മാറ്റുന്നതായിട്ടുള്ള രംഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത് എന്ന് ഓർക്കണം. 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സാത്താൻ ഈ ലോകത്തിന്റെ ദൈവമാണ് എന്നുള്ളത് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ വാക്യം ഞാൻ വായിച്ച് പെട്ടെന്ന് മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുക. 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം, ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പിശാചിനെ പരാമർശിച്ചിരിക്കുന്നത്, പിശാചിന് കൊടുത്തിരിക്കുന്നതായ ഒരു പേരുണ്ട്. ആ പേര് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ?
ഈ ലോകത്തിന്റെ ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗോഡ് ഓഫ് ദിസ് വേൾഡ് എന്നുള്ളതായ ഒരു പേരാണ് പിശാചിന് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, പല പ്രാവശ്യം ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, പിശാച് ലോകത്തിന്റെ പ്രഭുവായിട്ട്, ലോകത്തിന്റെ ദൈവമായിട്ട്, ഈ ദുഷ്ടലോകം ഇന്ന് പിശാചിന്റെ അധികാരത്തിലാണ് എന്നുള്ളതൊക്കെ പല സമയങ്ങളിൽ നമ്മൾ പഠിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ വീണ്ടും മനസ്സിലാക്കിയാണ്, ഈ ലോകത്തിന്റെ ദൈവം അത് സുവിശേഷത്തിന്റെ തേജസ് മനുഷ്യരിലേക്ക് കടന്നു വരുന്നതിനെ തടയുകയാണ് അവൻ. അപ്പോൾ ഈ ലോകത്തിന്റെ പിശാച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഈ ലോകത്തിന്റെ ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവൻ എങ്ങനെയും മനുഷ്യകുലത്തെ തകർക്കുക. മനുഷ്യരെന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടികളാണ്, ദൈവത്തിന്റെ കരവേലയാണ്. ഈ മനുഷ്യനെ മാത്രമേ ദൈവം മെനഞ്ഞുണ്ടാക്കിയുള്ളൂ. അപ്പോൾ അവന്റെ കരവേലയെ ഇല്ലാതെയാക്കി തീർക്കുക എന്നുള്ളതാണ് ഇവന്റെ പ്ലാനും പദ്ധതിയും എന്നുള്ളത് ഓർത്തുകൊള്ളും. അതുകൊണ്ട് കാലാകാലങ്ങളായിട്ട് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, തന്റെ ഇഷ്ടം രാഷ്ട്രീയ നേതാക്കളിൽ കൂടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ തലവന്മാരിൽ കൂടെ എല്ലാ രാജ്യത്തിന്റെയും അധികാരത്തിന് പുറകിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് ചില ക്ലാസ്സുകളിൽ ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഓരോ ഭരണകൂടത്തിന്റെയും പുറകിൽ പിശാചിന്റെ നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവനെ കുറിച്ച് പറയുന്നത് എന്താണ്? പാസി പ്രഭുവിന് ശേഷം പിന്നീട് ആര് വരും? യവന പ്രഭു. കാലാകാലങ്ങളിൽ ഓരോ പ്രഭുക്കന്മാരിങ്ങനെ ലോകത്തിൽ എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ആരെ കാണിക്കുന്നതാണ്? പിശാചിനെ കാണിക്കുന്നതായിട്ടുള്ള അനുഭവമാണ്. എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ. അപ്പോൾ എന്താണ്? എല്ലാ ഭരണകൂടങ്ങളുടെയും പുറകിൽ, എല്ലാ രാഷ്ട്രീയ ഭരണകൂടങ്ങളുടെയും പുറകിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് പൈശാചിക ശക്തി എന്നുള്ളത് ഓർത്തുകൊള്ളും. അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ആലോചന, അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ബലം എല്ലാം കൊടുക്കുന്നത്, അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള അധികാരം, ആ അധികാരത്തിലേക്ക് വരുവാനായിട്ടുള്ളതായ പല മാർഗങ്ങൾ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുമെന്നുള്ളത് ഓർത്തുകൊള്ളും. ഈ ഇങ്ങനെയുള്ള വഴികളെല്ലാം കാണിച്ചു കൊടുക്കുന്നത്, ഈ ക്രൂക്കഡ്നെസ്സും കണ്ണിങ്നെസ്സും എല്ലാം കാണിച്ചു കൊടുക്കുന്നത്, ഇതിന്റെ എല്ലാം പുറകിൽ ഇവന്റെ തന്ത്രവും ഇവന്റെ ആലോചനയും ഇവന്റെ അധികാരവുമാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. ഈ 70-ാമത്തെ ആഴ്ച മധ്യത്തിലേക്ക് വരുന്ന സമയത്ത്, ഈ 70-ാം ആഴ്ച മധ്യത്തിലേക്ക് വരുന്ന ആ സമയം വരെയും ഇവൻ ഒരുപാട് ടെക്നിക്കുകൾ നോക്കി, ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളത് ഓർക്കണം. പക്ഷെങ്കിൽ ഇവരെ പരിപൂർണമായിട്ട് ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ള തന്റെ പ്ലാൻ വിജയിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പൊ തുടക്കം മുതൽ ഒടുക്കം വരെ പുള്ളിക്കാരന്റെ മാക്സിമം പുള്ളി ട്രൈ ചെയ്യുകയാണ് ഈ സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. നമുക്ക് അറിയാമല്ലോ, തുടക്കം മുതലുള്ള ഇസ്രായേലിന്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരെ നശിപ്പിക്കുക എന്നുള്ളത്, അബ്രഹാം മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നുള്ളതായ ഒരു പ്രവണതയുമായിട്ടാണ് വന്നതെന്ന് ഓർത്തുകൊള്ളാം. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, യേശുക്രിസ്തു രംഗപ്രവേശനം ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. പക്ഷെ യേശുക്രിസ്തു എന്ത് ചെയ്തു? അവനെ തോൽപ്പിച്ചു. കാൽവരി ക്രൂശില് അവനെ തോൽപ്പിച്ച് 3-ാം നാളിൽ കർത്താവ് തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റതോടുകൂടെ എന്ത് സംഭവിക്കുകയാണ്? പിശാച് എളിഭ്യനായി നിൽക്കുകയാണ്. അവന്റെ സകല ശക്തിയും ചോർന്നു പോയ സംഭവമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് ഓർക്കണം. ആ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടെ എന്ത് ചെയ്യുകയാണ്? ഇവനെ പരിപൂർണമായിട്ട് പരാജയപ്പെടുത്തി കളയുന്നതായിട്ടുള്ള അനുഭവമാണ്. അതിനുശേഷം എന്താ സംഭവിച്ചത്? യേശു ക്രിസ്തുവിന്റെ മേൽ വിജയം സ്ഥാപിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പിന്നെ സംഭവിച്ചത് എന്താണ്? സഭ ഫോം ചെയ്യപ്പെട്ടു. സഭ ഫോം ചെയ്യപ്പെട്ടപ്പോൾ അതിനെതിരെയായി പീഡനം, അതിനെതിരെ ശക്തമായിട്ടുള്ള പീഡനം ആദ്യത്തെ 2-3 നൂറ്റാണ്ടുകള് സഭ കൊടിയ പീഡനത്തിൽ കൂടെ കടന്നുപോയ കാലഘട്ടമാണെന്ന് ഓർക്കണം. അപ്പോൾ അവിടെ സഭയെ തകർക്കുവാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ പീഡനങ്ങളിൽ കൂടെ സഭയെ തകർക്കുവാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. പിശാച് പരാജയപ്പെട്ടു. അടുത്ത നടപടി എന്തായിരുന്നു? സഭയെ ലോകമയത്വത്തിലേക്ക് കൊണ്ടുവരുന്നു. ലോകവുമായിട്ട് മിങ്കിൾ ചെയ്ത് ജീവിക്കുവാൻ, അതായത് ലോകം സഭയിലേക്ക് രംഗപ്രവേശനം ചെയ്തു. അങ്ങനെ സഭയെ നശിപ്പിക്കുവാനായിട്ട് അദ്ദേഹം തന്റെ ശ്രമം അവിടെ നടത്തുന്നതായിട്ട് തുടർന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. പിന്നീട് അതിലും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, കുറച്ചൊക്കെ അതിൽ വിജയിച്ചു, എന്നാൽ കുറച്ച് അതിൽ പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ പിന്നെന്താണ്? വീണ്ടും യഹൂദന്റെ നേരെ ആക്രമണം ആരംഭിക്കുകയാണ്. യഹൂദനെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ളതായ ക്രമീകരണം വീണ്ടും ആരംഭിക്കുന്നു. 2 ലോകമഹായുദ്ധങ്ങൾ കടന്നു പോകുന്നു. അതിനുശേഷം ഒരു രാജ്യമായിട്ട് അവർ ഫോം ചെയ്യപ്പെടുകയാണ്. വീണ്ടും അവരിൽ 10-60 ലക്ഷത്തോളം യഹൂദന്മാരെ ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ കടന്നു വന്നിട്ടുള്ള ആളുകൾ അവരെ തോൽപ്പിക്കുന്നു.
അവർ പാലസ്തീനിലേക്ക് വീണ്ടും പ്രവേശിപ്പാനായിട്ട് ഇടയായിത്തീരുന്നു. അവിടെയും എന്നും പ്രതികൂലം. ഒരു രാഷ്ട്രമായി കഴിഞ്ഞപ്പോൾ വീണ്ടും അന്ന് മുതൽ ഇന്ന് വരെയും കഴിഞ്ഞ 70-ൽ പരം വർഷമായിട്ട് എന്താണ് ഇസ്രായേൽ ലോകരാജ്യങ്ങൾക്ക് ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ അവരെ ഉപദ്രവിക്കുവാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അനുഭവമാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോൾ ഇവിടെ ഈ 70-ാം ആഴ്ചവട്ടത്തിന്റെ മധ്യഭാഗം വരെ പിശാച് ആദ്യം മുതൽ ട്രൈ ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള അവന്റെ പ്ലാനുകൾ മുഴുവനും പരാജയപ്പെടുകയാണ്. അപ്പോൾ ഇനിയും തനിക്ക് ഉള്ളതായ ഒരു ലിമിറ്റഡ് ടൈം 3.5 വർഷം മാത്രമാണ്. ഈ 3.5 വർഷത്തിൽ താൻ തിരിച്ചടിക്കുകയാണ്. അപ്പോൾ അവന്റെ സ്ട്രാറ്റജി ഒന്ന് മാറ്റിപ്പിടിച്ചു. ആ സ്ട്രാറ്റജി മാറ്റിപ്പിടിച്ചിട്ട് വരുന്ന ഒരു രംഗമാണ് നമ്മൾ ഇനി ഇവിടെ കാണാനായിട്ട് പോകുന്നത് എന്നോർത്തുകൊള്ളാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് പ്രവേശിക്കാം. ഞാൻ ആദ്യത്തെ 2 വാക്യങ്ങളൊന്ന് പ്രധാനമായിട്ട് ആദ്യം വായിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അവിടെ വരെ നമുക്കൊന്ന് നിർത്താം. അത്രയും വായിച്ചത് ഇന്ന് പഠിപ്പിച്ച് തീർക്കാനായിട്ട് പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. തീരുന്നിടം വരെ നമുക്ക് അവിടെ പോകാം. ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഓർപ്പിച്ചു, ഈ അധ്യായം 2 ഭാഗമായിട്ട് വേണം നമ്മൾ ഡിവൈഡ് ചെയ്ത് കാണേണ്ടത്. 2 മൃഗങ്ങളെ കുറിച്ചാണ് പ്രത്യേകമായിട്ട് പരാമർശിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ മൃഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന 10 കൊമ്പും 7 തലയും 10 രാജമുടിയും ഉള്ളതായ ഒരു മൃഗത്തെയാണ് നമ്മൾ ആദ്യമേ കാണുന്നത്. അവിടെ നമുക്ക് ആദ്യമേ ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് എവിടെ നിന്നാണ് കയറി വരുന്നത്? അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്നാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമുദ്രത്തിൽ നിന്ന് കയറുന്നതായിട്ടുള്ള മൃഗത്തെയാണ് നമുക്ക് ആദ്യമായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. ഏതാണ് ഈ സമുദ്രം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, എന്നാലും ഒന്നുകൂടെ വായിക്കാം. 17-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം ആദ്യമേ ഒന്ന് നോക്കാം. അതിനുശേഷം 1-2 വാക്യം കൂടെ നമുക്ക് വായിക്കാം. 17-ാമത്തെ വെളിപ്പാട് പുസ്തകം തന്നെ 17-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ കാണുകയാണ്, ഈ സമുദ്രത്തിൽ നിന്നാണ് ആദ്യത്തെ മൃഗം കയറി വരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഈ സമുദ്രം എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? പുരുഷാരമാകുന്നതായ ജനതതിയാകുന്നതായ സമുദ്രമാകുന്നു എന്ന് വെളിപ്പാട് 17-15 നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുകയാണ്. നീ കണ്ടതും വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രയെന്ന. ഇനിയും കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടത്തക്ക രീതിയിലുള്ള 1-2 വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാമത്തെ അധ്യായം 57-ാമത്തെ അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. 57-ാമത്തെ അധ്യായം 20-21 വാക്യങ്ങൾ നമ്മൾ അവിടെ വായിക്കുമ്പോൾ, ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു, അതിന് അടങ്ങിയിരിപ്പാൻ കഴിയുകയില്ല, അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. അപ്പൊ ദൈവജനം അവിടെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്നതായ കടൽ പോലെ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദുഷ്ടജനത്തെ കുറിച്ച് അവിടെ പറയുന്നത് എന്താണ്? അവരെ ഉപമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ കമ്പയർ ചെയ്തിരിക്കുന്നത് സമുദ്രത്തോടാണ്, കടലിനോടാണ് എന്നുള്ളത് ഓർത്തുകൊള്ളും. അതിൽ നിന്ന് എന്ത് വരുന്നെന്നാ പറഞ്ഞിരിക്കുന്നത്? അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. അപ്പോൾ കലങ്ങി മറിയുന്നതായ ഒരു കടലിനെയാണ് അവിടെ പരാമർശിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത് ദുഷ്ട ജനത്തെയാണ് കാണിക്കുന്നത്. ദുഷ്ടജനത്തിന്റെ സ്വഭാവത്തെ അവിടെ പ്രകടമായിട്ട് കാണിക്കുന്നു. ഇനി യെശയ്യാവിൽ തന്നെ 17-ാമത്തെ അധ്യായത്തിലേക്ക് കൂടെ ഒന്ന് വരാം. 17-ാമത്തെ അധ്യായം 17-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യവും 13-ാമത്തെ വാക്യവും നമുക്ക് നോക്കാം. യെശയ്യാവ് 17, 12, 13. അയ്യോ, അനേക ജാതികളുടെ മുഴക്കം, അവർ കടലിന്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു. അയ്യോ, വംശങ്ങളുടെ ഇരച്ചിൽ, അവർ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു. വംശങ്ങൾ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു, എങ്കിലും അവൻ അവരെ ശാസിക്കും. അപ്പോൾ അവർ ദൂരത്തേക്ക് ഓടിപ്പോകും. കാറ്റിൻ മുൻപിൽ പർവ്വതങ്ങളിലെ പതിർ പോലെയും കൊടുങ്കാറ്റിൻ മുൻപിൽ ചുഴന്നു പറക്കുന്ന പൊടി പോലെയും പാറിപ്പോകും. അപ്പൊ അവിടെയും നമ്മൾ കണ്ടോ, 12-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം,
അനേക ജാതികളുടെ മുഴക്കം, അവർ കടലിന്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു, വംശങ്ങളുടെ ഇരച്ചിൽ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്താ നമ്മൾ കാണുന്നത്? ഒന്നാമതായിട്ട് നമ്മൾ അവിടെ കാണേണ്ടത്, ഈ കയറി വരുന്ന മൃഗം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. ഈ സമുദ്രം എന്ന് പറയുന്നത് പുരുഷാരമാകുന്ന മനുഷ്യ കടലാകുന്നതായ ദുഷ്ടന്മാരാകുന്നതായ ഒരു വലിയ ജനതയിൽ നിന്നാണ് ഈ പറയുന്നതായ ഈ മൃഗത്തിന്റെ രംഗപ്രവേശനം അവിടെ ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. നമ്മൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 57-ാമത്തെ ആ അധ്യായത്തിലെ 20-21 വാക്യങ്ങൾ വായിച്ചതായിട്ടുള്ള സമയത്ത് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സമാധാനം ഇല്ലാത്തതായ അനുഭവത്തെ കുറിച്ചാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. സമാധാനം ഇല്ലാത്തതായ ഒരു അനുഭവത്തിൽ നിന്നാണ് ഇവര് ഈ മൃഗം കയറി വരുന്നത്. അതായത് ഭൂമിയിൽ സമാധാനമില്ലാത്തതായിട്ടുള്ള അനുഭവം, ആ സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ നിന്നുമാണ് മൃഗം രംഗപ്രവേശനം ചെയ്യുന്നതെന്ന് ഓർത്തുകൊള്ളണം. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ പഠിക്കുമ്പോൾ ദൈവ സിംഹാസനത്തിന് മുമ്പിൽ പളുങ്ക് കടലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശാന്തമായിരിക്കുന്ന സ്വച്ഛതയുള്ളതായ പളുങ്ക് കടൽ. അത് കാണിക്കുന്നത് എന്താണ്? നിത്യമായ സമാധാനം, ദിവ്യമായിട്ടുള്ളതായ ഒരു സമാധാനത്തിന്റെ പ്രതീകമാണ് ദൈവ സിംഹാസനത്തിന് മുമ്പിലുള്ളതായ പളുങ്ക് കടൽ. അതായത് ദൈവജനത്തിന് ദൈവം നൽകിയിരിക്കുന്നത് നിത്യമായിട്ടുള്ളതായ ഒരു സമാധാനമാണ് എന്ന് കാണാനായിട്ട് കഴിയും. അതായത് സമയം ലോക മനുഷ്യന് സമാധാനമില്ല. ദുഷ്ടന്മാർ കലങ്ങി മറിയുകയാണ്. ചേറും ചെളിയും അതിൽ നിന്ന് വമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അനുഭവം. ഇന്നത്തെ സാഹചര്യം നമ്മളൊന്ന് എടുത്തു നോക്കിക്കേ. ഇന്ന് ലോകത്തിൽ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ചേറും ചെളിയും വമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമല്ലേ? കാരണം സമാധാനമില്ല. എല്ലായിടത്തും കൊല്ലും കൊലയും കൊള്ളിവയ്പും അക്രമങ്ങളും അനീതികളും നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ നമുക്കറിയാം. അപ്പോൾ ഈ ലോകത്തിൽ സമാധാനമില്ലാത്തതായ അനുഭവത്തിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകം എന്താ പറയുക, ആകെപ്പാടെ അസ്വസ്ഥജനകമായിരിക്കുന്നതായ അനുഭവം. ആ അസ്വസ്ഥജനകമായിരിക്കുന്നതായ അനുഭവത്തിലാണ് ആരുടെ രംഗപ്രവേശനം? ഈ രാഷ്ട്രീയ മൃഗത്തിന്റെ രംഗപ്രവേശനം. ഇനി 1-2 വാക്യങ്ങൾ കൂടെ ഞാൻ വേഗം ഒന്ന് വായിച്ചു തരാം. ഇത് ഈ നമ്മൾ ദാനിയേൽ പ്രവചനവുമായിട്ട് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്ത് പോയെങ്കിൽ മാത്രമേ കുറച്ചുകൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ദാനിയേൽ പ്രവചന പുസ്തകം 7-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. നമ്മൾ പഠിച്ച ഭാഗമാണ്, എങ്കിലും ഇതിനോട് ചേർത്തൊന്ന് കമ്പയർ ചെയ്യാം. 7-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്. ദാനിയേൽ വിവരിച്ച് പറഞ്ഞു തന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവമക്കളെ നോക്കിക്കേ, അവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താണ്? സമുദ്രത്തിന് മേൽ കാറ്റടിപ്പിക്കുന്നു. സമുദ്രത്തിന് മേൽ കാറ്റടിപ്പിക്കുമ്പോൾ കലങ്ങി മറിഞ്ഞ് ചെളി വമിച്ചുകൊണ്ടിരിക്കുന്നതായ ആ ദുഷ്ട മനുഷ്യ കടലിന്റെ മുമ്പിൽ കാറ്റടിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? 4 മൃഗങ്ങൾ, ഘോരമൃഗങ്ങൾ കയറി വരുന്നതായിട്ടുള്ള രംഗമാണ് നമ്മളവിടെ കാണുന്നത്. ഇനി മഹാസമുദ്രം ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംഖ്യാപുസ്തകം 34-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങൾ വായിച്ചാൽ മതി. അവിടെ മഹാസമുദ്രം എന്ന് പറഞ്ഞിരിക്കുന്നത് മെഡിറ്ററേനിയൻ കടലിനെ കുറിച്ചാണ് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുമ്പോൾ മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്തുള്ളതായ രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിൽ ഒന്നിൽ നിന്നാണ് ഈ മൃഗം കയറി വരുന്നത് എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം ഇവിടെ നമ്മൾ ഈ പഠനം ഒരു വേറൊരു തലത്തിലേക്ക് കൂടെ നമ്മൾ അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, മനുഷ്യകുലത്തിൽ അസ്വസ്ഥതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോക രാജ്യങ്ങളെല്ലാം നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കേ. ലോകരാജ്യങ്ങളുടെ ചരിത്രം തന്നെ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ലോകരാജ്യങ്ങളുടെ ചരിത്രം എടുത്തു നോക്കുന്നതായിട്ടുള്ള സമയത്ത് അസ്വസ്ഥതകൾ ജനിച്ചിട്ടുള്ളപ്പോഴാണ് ഏകാധിപതികളും ലോകത്തിൽ രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ലോകത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണ് എപ്പോഴും ഏകാധിപതികളായിട്ട് മാറുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. നമ്മള് ഈ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ 1930-ാമത്തെ ആണ്ടുകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി, സാമ്പത്തിക തകർച്ച അവിടെ ഉണ്ടായി, വലിയ എക്കണോമിക് റിസഷൻ ഉണ്ടായി. അങ്ങനെ എക്കണോമിക് റിസഷൻ ഉണ്ടായപ്പോൾ ജർമ്മനിയിൽ ഉണ്ടായിരുന്നിട്ടുള്ള സകല ഫാക്ടറികളും അടച്ചു പൂട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ അടച്ചു പൂട്ടിയപ്പോൾ അനേക ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ എന്താ പറയുന്നത്, വലിയ ദാരിദ്ര്യത്തിന്റെയും പരിതാപകരമായിട്ടുള്ളതായ അനുഭവത്തിലും
ഒരുപാട് അസ്വസ്ഥതകൾ ജനിച്ചതായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ ഇളകി മറിയുന്നതായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് വന്നു. ആ ഇളകി മറിഞ്ഞുകൊണ്ടിരുന്ന അസ്വസ്ഥജനകമായിട്ടുള്ളതായ ആ അനുഭവത്തിൽ നിന്നാണ് ഒരുത്തൻ പുറത്തു ചാടി വന്നത്. ആര്? ഹിറ്റ്ലർ എന്ന പേരില് ഒരുത്തൻ പുറത്ത് ചാടി വരുവാനായിട്ട് ഇടയായി തീർന്നതെന്ന് ഓർത്തോളാം. ആ ഹിറ്റ്ലർ ആരായിട്ട് മാറുകയാണ്? ഏകാധിപതിയായിട്ട് മാറി ഉള്ള പ്രവർത്തനമാണ് നമുക്ക് പിന്നീട് കാണുവാനായിട്ട് കഴിയുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. എന്ന് പറഞ്ഞതുപോലെ അന്തിക്രിസ്തുവും രംഗപ്രവേശനം ചെയ്യുന്ന, അല്ലെങ്കിൽ എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ലോകം വളരെ അസ്വസ്ഥജനകമായിട്ടുള്ള അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നു. പലതിനും ആളുകൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുവാൻ കഴിയാതെ ലോകം തകർച്ചയുടെ അനുഭവത്തിലേക്ക് എത്തുന്നതായിട്ടുള്ള സമയത്ത് ഒരു വ്യക്തി രംഗപ്രവേശനം ചെയ്യും, ഒരു പൊളിറ്റിക്കൽ ലീഡർ രംഗപ്രവേശനം ചെയ്യുവാനായിട്ട് ഇടയായി തീരുമെന്ന് ഓർത്തുകൊള്ളണം. അങ്ങനെ രംഗപ്രവേശനം ചെയ്ത് എഴുന്നള്ളുന്നതായിട്ടുള്ള വ്യക്തിത്വമായിരിക്കും ഇദ്ദേഹം എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. കാരണം ഇന്ന് നമ്മൾ നോക്കിയാട്ടെ, ഇന്ന് ലോകം ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ജനസംഖ്യാ വർധനവ് ഒരു പ്രശ്നമാണ്, പൊല്യൂഷൻ ഒരു പ്രശ്നമാണ്, പൊവേർട്ടി ഒരു പ്രശ്നമാണ്, പിന്നെ എന്താ പറയുന്നത്, ഗ്ലോബലൈസേഷൻ ഒരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു, പിന്നെ ടെററിസം ഒരു വലിയ പ്രശ്നമാണ്, കാലാവസ്ഥാ വ്യതിയാനം ക്ലൈമാറ്റിക് ചേഞ്ച് ഒരു വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. കൂനിന്മേൽ കുരു എന്ന പോലെ ഓരോന്ന് കഴിയുമ്പോൾ അടുത്തത്. ഇപ്പൊ ഇതാ പാൻഡമിക് വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്തെ മുഴുവൻ ഗ്രസിച്ചിരിക്കുന്നതായിട്ടൊരു അനുഭവമായിട്ട് പാൻഡമിക് മാറിയിരിക്കുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെ ഒരു രാജ്യത്തിന് മാത്രമായിട്ട് ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്തതായ അവസ്ഥയിലേക്ക് എത്തുകയാണെന്ന് ഓർത്തുകൊള്ളാം. ഒരു രാജ്യങ്ങൾക്കും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പരിഹാരം കണ്ടെത്താൻ കഴിയാത്തതായ അവസ്ഥയിലേക്കാണ് ഇന്ന് ലോകരാജ്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂട്ടായിട്ടുള്ളതായ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ കഴിയത്തുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ പാൻഡമിക് ഒരു രാജ്യത്തിനും ഒറ്റയ്ക്ക് നിന്നതിനോട് ഫൈറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ എന്താണ്? ലോകരാജ്യങ്ങളിലെ കൂട്ടായ്മ വന്നേലേ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു കൂട്ടായ്മയിൽ കൂടെ മാത്രമേ ഇവർക്ക് ഇതിനോട് ഫൈറ്റ് ചെയ്ത് നിലനിൽക്കുവാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നതെന്ന് ഓർത്തോളം. അങ്ങനെ വരുമ്പോഴാണ് ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിയാമോ? ഈ പരിപാടി അന്തിക്രിസ്തുവിന് രംഗപ്രവേശനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ലോകം സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതികൂലങ്ങളെല്ലാം വരുന്ന ഉടനെ ലോകം മൊത്തത്തിൽ ചെയ്യുന്ന അസ്വസ്ഥതയല്ലേ? ഒരിടത്തും സമാധാനമില്ല, എല്ലായിടത്തും കണ്ണുനീരും കരച്ചിലും ഭയവും മാത്രമേ ഉള്ളൂ. ഈ അസ്വസ്ഥജനകമായിരിക്കുന്ന അനുഭവത്തിൽ നിന്നാണ് ഇവൻ രംഗപ്രവേശനം ചെയ്യുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്ന ഭാഗങ്ങളിലേക്ക് വേഗം പ്രവേശിക്കാം. ഏതാനും മിനിറ്റുകൾ കൂടെ ഉള്ളൂവെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നല്ലോ, അപ്പൊ നമ്മൾ ഒന്നാമതായിട്ട് കണ്ടത് ഇവൻ സമുദ്രത്തിൽ നിന്ന് കയറുന്നു. ഈ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു എന്ന് പറഞ്ഞാൽ അസ്വസ്ഥജനകമായിരിക്കുന്നതായ ഒരു സമൂഹത്തിൽ നിന്ന്, ഒരു ലോകത്തിൽ നിന്നാണ് ഇവൻ രംഗപ്രവേശനം ചെയ്യുന്നു എന്നുള്ളത് ഒന്നാമതായിട്ട് നമുക്ക് കാണാം. ഇനി രണ്ടാമത്തെ വാക്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഈ പുള്ളി എങ്ങനെ ഇരിക്കും? അല്പസമയമായിട്ട് ഈ സ്ലൈഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനിയും അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. രണ്ടാമത്തെ ഇത് ഒന്ന് സമുദ്രത്തിൽ നിന്ന് ഇവൻ കയറുന്നു. ഇനി രണ്ടാമത് ഇവൻ എങ്ങനെ ഇരിക്കും? അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം കണ്ടോ? രണ്ടാമത്തെ വാക്യം ശ്രദ്ധിക്കണം. 13:2. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? ദാനിയേൽ പ്രവചന പുസ്തകം ഓർക്കുന്നുണ്ടോ? ആവോ, ദൈവം തമ്പുരാന് മാത്രം അറിയാം. എത്രയോ മാസങ്ങളെടുത്ത് പഠിപ്പിച്ചതായിട്ടുള്ള സംഗതിയാണ്. അവിടെ നമ്മൾ കണ്ടത് എന്താണ്? ബാബിലോണിയൻ കിങ്ഡത്തെ കണ്ടു. സിംഹത്തിന്റെ വേഷത്തിൽ, സിംഹത്തിന്റെ തലയെന്ന നിലയിൽ ബാബിലോണിയൻ കിങ്ഡത്തെ കണ്ടു. ദാനിയേൽ പ്രവചനം 7-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. പിന്നീട് രണ്ടാമത് നമ്മൾ കണ്ടത് എന്താണ്? കരടിയോട് സാദൃശ്യമായിട്ടുള്ളതായ സാമ്രാജ്യം ഏതായിരുന്നു? മേദ്യ പാർസ്യ കിങ്ഡം കരടിയോട് സദൃശ്യമായിരുന്നു. മൂന്നാമത് പുള്ളിപ്പുലിക്ക് സദൃശ്യമായിട്ടുള്ളതായ ഒരു രാജ്യം ഉണ്ടായിരുന്നു. അത് ഗ്രീക്ക് സാമ്രാജ്യം, അലക്സാണ്ടറിന്റെ ഗ്രീക്ക് സാമ്രാജ്യത്തെ കുറിച്ച് നമ്മൾ കണ്ടു. നാലാമത്തെ ഘോരവും ഭയങ്കരവുമായിട്ടുള്ള മൃഗത്തിന്റെ സാമ്രാജ്യമാണ് നാലാമത് കണ്ടത്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സാദൃശ്യം, കരടിയുടെ കാൽ
വായ് സിംഹത്തിന്റെ വായ്. അപ്പൊ ചുരുക്കം പറഞ്ഞ ദൈവമക്കളെ, നിങ്ങളൊരു കാര്യം ഓർത്തുകൊള്ളണം. ലോകത്തിൽ ആദ്യമേ 4 സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഓരോ കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് ഓർത്തുകൊള്ളണം. അപ്പോൾ ഈ കാലഘട്ടങ്ങളെല്ലാം കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ളതായ ഒരു വ്യക്തിത്വമാണ് അവസാന കാലഘട്ടത്തിൽ രംഗപ്രവേശനം ചെയ്യുന്നതെന്ന് ഓർത്തുകൊള്ളണം. സിംഹത്തിന്റെ സ്വഭാവം, പുള്ളിപ്പുലിയുടെ സ്വഭാവം, കരടിയുടെ സ്വഭാവം, ഇതെല്ലാവുമായിട്ടാണ് ഇവൻ രംഗപ്രവേശനം ചെയ്യുവാനായിട്ട് പോകുന്നതെന്ന് ഓർത്തുകൊള്ളും. അവിടെ പറയുന്നത്, ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യം. ഐ സോ വാസ് ലൈക്ക് എ leopard. Its feet were like a bear's and its mouth was like a lion's mouth. ഇതിന്റെ ബോഡിയെ കുറിച്ചാണ് ആദ്യമേ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ആ ബോഡിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലൈക്ക് എ leopard, പുള്ളിപ്പുലിക്ക് സദൃശ്യം. റൈറ്റ്? ഏതായിരുന്നു പുള്ളിപ്പുലി? ലെപ്പേഡ് ഏതായിരുന്നു? ഏത് സാമ്രാജ്യമാണ്? ഗ്രീക്ക് സാമ്രാജ്യം. ആ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? സ്വിഫ്റ്റ്നെസ് ആണ് അതിന്റെ പ്രത്യേകത എന്ന് നമ്മൾ കണ്ടു. ശീഘ്രത, വളരെ ഫാസ്റ്റായിട്ട്, വളരെ സ്വിഫ്റ്റായിട്ട് ലോകരാജ്യങ്ങളെ പിടിച്ചടക്കുക. അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് അലക്സാണ്ടർ ചക്രവർത്തി തന്റെ സാമ്രാജ്യം വിസ്തൃതമാക്കി മാറ്റുകയാണ്. ലോകരാജ്യങ്ങൾ മുഴുവൻ അവന്റെ കീഴിൽ എത്തുകയാണ്. ഒരു വലിയ പട്ടാള ഭരണമാണ് അവിടെ കാണുന്നതെന്ന് ഓർത്തുകൊള്ളാം. പട്ടാളത്തെ ഉപയോഗിച്ച് ലോകരാജ്യങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ലോകം മുഴുവനും അവന്റെ കരവലയത്തിൽ ഒതുങ്ങുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന മൃഗത്തിന്റെ സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? അലക്സാണ്ടർ ചക്രവർത്തിയിൽ അടങ്ങിയിരുന്നതായ സ്വഭാവം, അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ സ്വഭാവം മുഴുവനും എവിടെയുണ്ട്? ഈ മൃഗത്തിൽ ഉണ്ട് എന്നുള്ളത് ഓർക്കണം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതായത് വളരെ ഫാസ്റ്റായിട്ട് ലോകരാജ്യങ്ങളെ കീഴടക്കുന്നു. പട്ടാള ഭരണകൂടമാണ്, മിലിറ്ററി റൂളാണ്. കാരണം ശക്തമായിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ളത് ഒരു പരിപാടിയാണ് അവിടെ കാണുന്നതെന്ന് ഓർത്തുകൊള്ളാം. 2 പറഞ്ഞിരിക്കുന്നത് എന്താണ്? കരടിയുടെ കാൽ പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കരടിയുടെ കാൽ പോലെ എന്ന് പറയുമ്പോൾ, കരടിയെ നമ്മൾ കണ്ടത് മേദ്യ പാർസ്യ കിങ്ഡത്തെയാണ് കരടിയോട് ഉപമിച്ചിരിക്കുന്നത്. ഈ മേദ്യ പാർസ്യ കിങ്ഡത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മേദ്യ പാർസ്യ കിങ്ഡത്തിന് ഒരു വലിയ സൈനിക ശക്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ത് നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, അവസാനത്തെ ഈ അന്തിക്രിസ്തുവിന് ഒരു വലിയ സൈനിക ശക്തി ഉണ്ടായിരിക്കും. നമ്മൾ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? മഹാസർപ്പം തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു എന്ന് പറഞ്ഞാൽ മഹാസൈന്യത്തെ ഉപയോഗിച്ച് ഇസ്രായേലിനെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു എന്നല്ലേ നമ്മൾ അവിടെ കണ്ടത്. എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഈ അന്തിക്രിസ്തുവിന് ആരുണ്ടായിരിക്കും? ഈ കരടിയുടെ കാൽ പോലെ എന്ന് പറഞ്ഞ് മേദ്യ പാർസ്യ കിങ്ഡത്തെ അത് റെപ്രസെന്റ് ചെയ്യുമ്പോൾ, മേദ്യ പാർസ്യ കിങ്ഡത്തിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ സൈനികരായിരുന്നു. അപ്പോൾ ലോക രാജ്യങ്ങളിൽ ഇവനൊരു വലിയ സൈനിക ശക്തി ഫോം ചെയ്ത് എടുക്കും എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായിട്ട് കാണുകയാണ്. കാരണം ഇത് പറയുവാനായിട്ടുള്ള കാരണം, ഇവന്റെ നമ്മൾ ഇപ്പം എന്നാ പറയുക, ബാബിലോൺ കിങ്ഡത്തിന് ഒരു ബൗണ്ടറി ഉണ്ടായിരുന്നു, മേദ്യ പാർസ്യ കിങ്ഡത്തിന് ഒരു ബൗണ്ടറി ഉണ്ടായിരുന്നു, പിന്നെ ഗ്രീക്ക് സാമ്രാജ്യത്തിന് ബൗണ്ടറി ഉണ്ടായിരുന്നു. ഇവർക്കെല്ലാം അതിരുകൾ ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം ദൈവമക്കളെ. പക്ഷെ ഈ പുള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാം? ഈ പുള്ളിക്ക് ബൗണ്ടറി ലൈനുകളൊന്നും ഇല്ല. ഈ പുള്ളിയുടെ ബൗണ്ടറി ലൈനുകൾ ഇല്ലെന്ന് പറയാൻ കാരണം എന്നറിയാം? 7-ാമത്തെ വാക്യം ശ്രദ്ധിച്ചത് നിങ്ങൾ, 13-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞത്, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. പിന്നെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? പിന്നത്തെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. അപ്പോൾ ഇവന്റെ ബൗണ്ടറിക്ക് ലിമിറ്റ് ഇല്ല. ബാക്കി നമ്മൾ നേരത്തെ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ കണ്ട 4 സാമ്രാജ്യങ്ങൾക്കും അതിരുകളുണ്ട്. അവരെ ലോകം മൊത്തം കിടന്നിരുന്നായിട്ടുള്ള ഒരു ഇതല്ല. എന്നാൽ ഇവിടെ എന്താ നമ്മൾ കാണുന്നതെന്ന് ഓർത്തുകൊള്ളണം. ഇവിടെ ലോകം മുഴുവനും ഇവന്റെ അധികാരത്തിലേക്ക് വരികയാണ്. സകല വംശങ്ങളുടെ മേലും ഗോത്രത്തിന് മേലും ഭാഷ മേലും ജാതി മേലും അധികാരം വരികയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകാധിപത്യ സ്വഭാവം. നെബൂഖദ്നേസറിന്റെ സ്വഭാവം എന്തായിരുന്നു? ഏകാധിപതിയായിരുന്നു. അപ്പോ ആ അതേ സ്വഭാവത്തിലേക്ക് തന്നെയാണ് ഇവരെ ഇവിടെ വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ബൗണ്ടറിക്ക് അതിരുകളില്ലാത്ത വിശാലമായ ഒരു സാമ്രാജ്യത്തെയാണ് ഇത് കാണിച്ചു തരുന്നത് എന്നുള്ളത് പ്രധാനമായിട്ട് നമ്മളിവിടെ കാണുന്നു. അപ്പോൾ കരടിയുടെ കാലെന്ന് പറയുമ്പോൾ അതിന്റെ സൈനിക ശക്തിയെ കാണിക്കുന്നു. 3-ാമത് പറഞ്ഞേക്കുന്നതാണ്,
വായ് സിംഹത്തിന്റെ വായ് പോലെ ആയിരുന്നു. റൈറ്റ്, വായ് സിംഹത്തിന്റെ വായ് പോലെ. ഏറ്റവും പ്രാധാന്യമുള്ളതായ സാമ്രാജ്യം ഏതായിരുന്നു? ബാബിലോണിയൻ സാമ്രാജ്യം. ബാബിലോണിയൻ സാമ്രാജ്യത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഏകാധിപത്യമായിരുന്നു. നെബൂഖദ്നേസർ പറയുന്നതിന് അപ്പുറവും ഇപ്പുറവുമില്ല. നെബൂഖദ്നേസർ എന്തായിരുന്നു പറയുന്നത്? നെബൂഖദ്നേസർ ഒരു ഡ്രീം കണ്ടു. ആ ഡ്രീം കണ്ടപ്പോൾ നെബൂഖദ്നേസർ പറഞ്ഞു, വിദ്വാൻമാരെ വിളിച്ചേച്ച് പറഞ്ഞു, നിങ്ങൾ എനിക്കിത് വിവരിച്ച് പറഞ്ഞു തരണം. പറഞ്ഞു തന്നില്ലെങ്കിൽ എന്നാ പറ്റും? അടുത്ത നിമിഷം നിന്റെയൊക്കെ തല കട്ട് ചെയ്യും. അതായിരുന്നു ഏകാധിപത്യം. അപ്പോൾ രാജാവ് പറയുന്നതിന് അപ്പുറവും ഇപ്പുറവുമില്ല. അതേസമയം മേദ്യാപാസ്യ കിങ്ഡത്തിലേക്ക് വന്നപ്പോൾ എന്താണ്? ഒരു നിയമം വന്നു. അതായത് രാജകൽപ്പന മാത്രമല്ല, ഒരു നിയമം കൂടെ ഉണ്ട്. അതാണ് നമ്മൾ ദാനിയേലുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ കാണുന്നത്. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടാതെ നയിക്കുവാനായിട്ട് രാജാവിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നിയമം, ഉറപ്പുവരുത്തിയിരിക്കുന്ന നിയമം, ആ നിയമം അവിടെ പാലിക്കപ്പെടണമായിരുന്നു. ഗ്രീക്ക് സാമ്രാജ്യത്തിലും പിന്നീട് വന്ന റോമൻ സാമ്രാജ്യത്തിലും ഒക്കെ അതിന്റെ പ്രതിധ്വനി നമുക്ക് കാണാനായിട്ട് കഴിയുമായിരുന്നു. എന്നാൽ ബാബിലോണിയൻ സാമ്രാജ്യത്തിൽ അങ്ങനെ അല്ലായിരുന്നു. ബാബിലോണിയൻ സാമ്രാജ്യത്തിൽ രാജാവ് പറയുന്നതിന് അപ്പുറമില്ലായിരുന്നു. അപ്പോ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഈ ഏകാധിപതിയായി രംഗപ്രവേശനം ചെയ്യുന്ന അന്തിക്രിസ്തുവിന് ടിവിയിലൊക്കെ ഒരു പരിപാടി ഇല്ലയോ? തിരുവായിക്ക് എതിർവ എന്ന് പറഞ്ഞ പോലെ തിരുവായിക്ക് എതിർവ ഇല്ലാത്തതായ അനുഭവം. അതായത് സിംഹം ഏകാധിപത്യത്തെ കാണിക്കുന്നു, നെബൂഖദ്നേസറിന്റെ ഭരണത്തെ കാണിക്കുന്നു. നെബൂഖദ്നേസർ ഒന്ന് പറഞ്ഞാൽ അതിന് മറുപടി ഇല്ല, അത് അതുപോലെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ സർവ അധികാരമാണ്. അവന്റെ വാക്കുകൾക്ക് തിരുവായിക്ക് എതിർവായി ഇല്ലാത്തതായിട്ടുള്ള അനുഭവം. പിന്നെ സിംഹത്തിന്റെ തലയെന്നല്ലേ പറഞ്ഞേക്കുന്നത്? സിംഹത്തിന്റെ തലയുടെ പ്രത്യേകത എന്താ? സിംഹത്തിന്റെ മുഖം കാണുമ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ഈ മൃഗത്തെ കാണുമ്പോൾ തന്നെ നമുക്കൊരു അരോചകമാണ് തോന്നുന്നത് അല്ലേ? ഒരു വല്ലാത്ത രൂപമില്ലാത്തതായ ഒരു വല്ലാത്ത മൃഗം. ഇതിന്റെ തലയിൽ 10 കൊമ്പുണ്ട്, 7 തലയുണ്ട് ഇതിന്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വിരൂപമായിരുന്നു. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇവന്റെ സ്വഭാവങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളത് ഓർത്തോളം. ഇതിന്റെ തുടർന്നുള്ള പഠനത്തിൽ നമുക്കത് മനസ്സിലാവും. സിംഹത്തെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം കൂർത്ത പല്ലുകൾ, കടിച്ചു കീറുന്ന സ്വഭാവമാണ്. അന്തിക്രിസ്തു അവസാനത്തെ 3.5 വർഷത്തിൽ കടിച്ചു കീറുന്ന സ്വഭാവമായിരിക്കും. അതുപോലെ അവൻ പീഡിപ്പിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഓർത്തുകൊള്ളണം. അവൻ തന്റെ സൈനിക ശക്തി ഉപയോഗിച്ച്, തന്റെ അതിശീഘ്രമായിട്ടുള്ള വേഗത ഉപയോഗിച്ച് ലോകരാജ്യങ്ങളെ അവൻ കീഴടക്കും. തനിക്ക് എതിരെ ആര് പൊങ്ങിയാലും, അതായത് 10 കൊമ്പുണ്ടായിരുന്നു, 10 കൊമ്പുമായിട്ടാണല്ലോ അവൻ പരിപാടി തുടങ്ങുന്നത്. ആ 10 കൊമ്പിൽ 3 കൊമ്പിനെ അവൻ വീഴ്ച നോക്കണം. തനിക്കെതിരായിട്ട് ഒരു മറുപടി വന്നു കഴിഞ്ഞാൽ അവനെ ഇല്ലായ്മ ചെയ്യുകയാണ്. അതൊക്കെ നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ കണ്ടിന്യൂ കാണും. അപ്പോ ആരും തനിക്കെതിരെ ഉണ്ടാവില്ല, അതുപോലെ അവൻ അടിച്ചമർത്തി കളയുകയാണ്. മാത്രമല്ല, ഞാൻ ഓർപ്പിച്ചത് സിംഹം കടിച്ചു കീറുന്ന സ്വഭാവമാണ്, അതിന്റെ വൈൽഡ് നേച്ചറാണ് കാണിക്കുന്നത് എന്നുള്ളത് കൂടെ നമ്മളിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി അപ്പോൾ ഈ മൃഗത്തിന്റെ സ്വഭാവം നിങ്ങൾ നോക്കിക്കേ. ആദ്യത്തെ ലോക സാമ്രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നതായ 3 സാമ്രാജ്യങ്ങളുടെ സ്വഭാവത്തെ ഒരുമിച്ച് സമന്വയിപ്പിച്ചിട്ടാണ് ഈ മൃഗം ഇവിടെ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് എന്ന് ഓർക്കണം. ഓക്കെ, എന്നിട്ട് ഇതിനാണ്, ഓക്കെ, ആ വാക്യം കൂടെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് പോവാം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വാക്യം, അത് ഫില്ല് ചെയ്യാനായിട്ട് ഇന്ന് തീരത്തില്ല. അതിന് മഹാസർപ്പം, അതായത് ഈ 3 ലോക സാമ്രാജ്യത്തിന്റെ സ്വഭാവത്തിൽ സമന്വയിച്ച് വന്നതായ ഈ മൃഗത്തിന് മഹാസർപ്പം എന്തോ കൊടുക്കുകയാണ്? തന്റെ ശക്തി, സിംഹാസനം, വലിയ അധികാരം കൊടുത്തു. ഇത് 3 ശക്തിയും സിംഹാസനവും അധികാരവും നമ്മൾ പഠിക്കണ്ടേ? അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇത് കൊടുത്തു എന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഈ പുള്ളിക്കാരൻ എത്രത്തോളം, ഒന്നാമത് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന്റെ ഭീകര രൂപം. അപ്പോൾ ഈ ഭീകര രൂപത്തിന് ഇനിയും അത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ശക്തി കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എന്തായി തീരും എന്നുള്ളത് ഓർത്തുകൊള്ളണം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ഇവിടെ പറഞ്ഞത് എന്താ? 10-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് നമ്മൾ കണ്ടപ്പോൾ അതിന്റെ ഒരു സ്വഭാവത്തെ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിന്റെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങൾ അതിനകത്ത് സമന്വയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിനെ എങ്ങനെ പരാമർശിച്ച് വെച്ചിരിക്കുന്നത്? 13-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അവനെ പറഞ്ഞിരിക്കുന്നതാണ്, തലയിൽ ദൂഷണനാമങ്ങളുമുള്ളൊരു മൃഗം, എ വൈൽഡ് ബീസ്റ്റ്. മൃഗമായിട്ട് തന്നെയാണ് പരാമർശിച്ചിരിക്കുന്നത്. മൃഗത്തിന്റെ ജോലി എന്നാ? മൃഗത്തിന്റെ ജോലി കടിച്ചു കീറുക എന്നുള്ളത്. വൈൽഡ് ബീസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കടിച്ചു കീറുക, അതാണ് ആ സിംഹത്തിന്റെ തലയൊക്കെ കൊടുത്തിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. ഇട്ട് കടിച്ച് കുടഞ്ഞ് നശിപ്പിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അതേ പരുവത്തിലായിരിക്കും ഇവൻ ലോകത്തെ, സ്പെഷ്യലി ഇസ്രായേലിനെ കടിച്ച് കൊടഞ്ഞ് വലിച്ച് കീറാനായിട്ട് പോകുന്നതെന്ന് ഓർത്തുകൊള്ളും. അത്രയ്ക്ക് ക്രൂരമായിട്ടുള്ളതായ ഒരു പീഡന കാലഘട്ടത്തിലേക്കാണ് എത്തിച്ചേരുന്നത് എന്ന് ഓർത്തുകൊള്ളും. അപ്പോൾ ഈ വരുന്ന പൊളിറ്റിക്കൽ ലീഡറിനും എന്താ പേര് കൊടുത്തേക്കുന്ന? മൃഗം. റൈറ്റ്. ഇനി അടുത്ത ഒരു വ്യക്തിയുണ്ട്, ഞാനത് അവിടേക്ക് കയറിയില്ല, താമസിക്കും അവിടേക്ക് കയറണമെന്നുണ്ടെങ്കിൽ. അവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താ? 11ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞില്ല മറ്റൊരു മൃഗം. അവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താ? മറ്റൊരു മൃഗം, അല്ലെ? റിലീജിയസ് ലീഡറാ, ഫോൾസ് പ്രോഫറ്റാ. അവന്റെ ക്യാരക്ടർ എന്താ പറഞ്ഞിരിക്കുന്നത്? അതും മൃഗത്തോടാണ് വചനം തുലനപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാതെ മക്കളെ, അപ്പൊ നമ്മളൊന്ന് ഓർത്തുകൊള്ളണം, ഇത് എപ്പോ സംഭവിക്കാനായിട്ട് പോകുന്നതാ? നമുക്ക് ശേഷം സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. ഇതിനു മുമ്പേ യേശു മണവാളൻ വരും, നമ്മളെ ചേർക്കും, അധ്യാകാശത്തിൽ അവനോടുകൂടെ നമ്മൾ എടുക്കപ്പെടുകയും ചെയ്യും എന്നുള്ളത് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് സംഭവബഹുലമായിട്ടുള്ള ലോകത്തിൽ ജീവിക്കുന്നു. ഒരു ഏകാധിപതി ഉദയം ചെയ്യുവാനായിട്ടുള്ളതായ സാഹചര്യങ്ങൾ ലോകത്തിൽ ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ നാളുകളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മധ്യാകാശത്തിലേക്കുള്ളതായ നമ്മുടെ പ്രിയന്റെ വരവും ഏറ്റവും ആസന്നമായിരിക്കുന്നു. വീണ്ടും വീണ്ടും ഇത് ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും ആസന്നമായിക്കൊണ്ടേയിരിക്കുക. നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാലത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മണവാളന്റെ വരവും ഏറ്റവും ആസന്നമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരുങ്ങാം പ്രിയനെ വരവേൽക്കുവാനായി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.